പുൽക്കൂട് പങ്കുവയ്ക്കുന്ന ആത്മീയത അത് കൂട്ടായ്മയുടെ ആത്മീയതയാണ്. സ്വർഗവും ഭൂമിയും ഒന്നുചേരുന്നിടം. സ്വർഗത്തിലെ മാലാഖവൃന്ദങ്ങളും ഭൂമിയിലെ മനുഷ്യരും ഒന്നിച്ച് ദൈവപുത്രന് സ്തുതി പാടുന്ന ഇടമാണ് പുൽക്കൂട്. അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. മൃഗങ്ങൾക്ക് പ്രവേശനമുണ്ട്, ദരിദ്രനായ ആട്ടിടയന്മാർക്ക് പ്രവേശനമുണ്ട്, വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാർക്കും പ്രവേശനമുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് ഒറ്റ കാരണത്താൽ ഒരുമിക്കുന്ന ഇടം, അതാണ് പുൽക്കൂട്. നമ്മുടെ ഹൃദയം അതുപോലെ ആവട്ടെ എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു പുൽക്കൂടായി മാറട്ടെ, എല്ലാവർക്കും ഇടം കൊടുക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഒരിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങളും മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയും. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിൽ ഉള്ള മഹത്വത്തിന്റെ വലത്തു ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രൈസ് ഗാഡ്. അവിടുന്ന് ക്രിസ്മസിൻ്റെ വലിയ ഒരുക്കത്തിൻ്റെ സമയങ്ങളിൽ നമ്മളിപ്പോൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടേണ്ട ഒരു ചെറിയ വചനമുണ്ട്. അതിതാണ്: ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു, അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് വസിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവേ, അവിടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വസിക്കുവാൻ വേണ്ടി പുൽക്കൂട്ടിൽ സ്വയം ജാതനായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, നിന്നെ സ്വീകരിക്കുവാൻ കുടുംബങ്ങളായി ഞങ്ങളുടെ മക്കളോടൊപ്പം നിന്റെ സന്നിധിയിൽ നീ മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ നിന്നെ സ്വീകരിക്കുവാനും നിന്നെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മനോഭാവത്തോടു കൂടി ആയിരിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ വലിയൊരു വെളിച്ചം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയപ്പെടും. വചനമാകുന്ന ക്രിസ്തുവിൻ്റെ വലിയ ചൈതന്യം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ക്രിസ്തു സാക്ഷികളായി ജീവിക്കുന്നതിനുള്ള വിളി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രേക്ഷിത ചൈതന്യ നിറവോടുകൂടി ഈ കാലഘട്ടങ്ങളിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് വലിയ മഹത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 4 ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രിസ്മസ് ആണ്. നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോയെ നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും ഈശോയുടെ മുന്നിൽ കൊടുക്കുക. ഈശോയ്ക്ക് നമ്മളൊരു പ്രാർത്ഥനയാൽ ഒരു പുൽക്കൂട് തീർത്ത് കൊടുക്കാൻ നമുക്ക് ഒരുങ്ങാം. എല്ലാവരും സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.